ആ കേസിനൊന്നും ഞങ്ങളെ കിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകള് വേണമെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വേണമെങ്കിൽ ആ കേസൊക്കെ കൈകാര്യം ചെയ്തോണം. ഇപ്പം CPM രണ്ട് ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ബിനോയ് വിശ്വം ഇന്നലെ തീർത്തും പറഞ്ഞു, മകളുടെ കേസ് വേണമെങ്കിൽ മകള് കൈകാര്യം ചെയ്തോണം, അല്ലെങ്കിൽ അച്ഛൻ കൈകാര്യം ചെയ്തോണം, അതിന് പാർട്ടിയെ കിട്ടൂല. ഒരു വസന്തത്തിൻ്റെ ഇടിമുഴക്കം പോലെ കേട്ട ഒരു ശബ്ദമാണ്, കേൾക്കേണ്ട ശബ്ദമാണ്. കമ്മ്യൂണിസം എന്താണെന്നുള്ളതാണ് ആ ചെറിയ ഒരു വാക്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ. കുടുംബക്കാരുടെ കേസുകൾ നടത്തുക എന്നുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം. ശരിയാണ്, കുടുംബത്തിൻ്റെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കാറുണ്ട്, ക്ഷേമം. പക്ഷേ ഇതുപോലുള്ള മൂലധന നിക്ഷേപങ്ങൾ നടത്തിയിട്ട് ആ മുതലാളിമാരെ രക്ഷിക്കുക എന്നുള്ളത് കമ്മ്യൂണിസത്തിൻ്റെ നയമല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് മുതലാളിത്തത്തിനെതിരായി തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. തൊഴിലാളികളെ രക്ഷിക്കാൻ, അതായത് പ്രോളിറ്റേറിയറ്റിനെ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിങ്ങനെ അപജയം വന്ന് ജീർണത നഷ്ടപ്പെട്ട് അതിൻ്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാതെ, അതിൻ്റെ അടിസ്ഥാന മൂല്യം തിരിച്ചറിയാതെ, വേരുകളെ തിരിച്ചറിയാതെ ഇങ്ങനെ വന്നിട്ട് അഴിമതിയിലും ജീർണതയിലും അധികാരമോഹത്തിലും പാർലമെൻ്ററി വ്യാമോഹത്തിലും തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു കാലത്ത് ഇതൊരു വേർപെട്ട ശബ്ദമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് യഥാർത്ഥമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശബ്ദമാണ്. ബിനോയ് വിശ്വത്തിൽ നിന്ന് ആ ശബ്ദം ഇപ്പോഴും വേർപെട്ട് പോയിട്ടില്ല എന്നുള്ളത് നമ്മളെയെല്ലാം, കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം സന്തോഷിപ്പിക്കുന്നു ഒരു സത്യം തന്നെയാണ്. തീർച്ചയായും ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശബ്ദമാണ്. നമ്മളീ കേൾക്കുന്നത് ജീർണതയുടെ ശബ്ദമാണ്. CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ, ഇവരെല്ലാം പറയുന്നത്, ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതും എല്ലാം തങ്ങൾ തൊഴിലാളികളുടെ, പാവങ്ങളുടെ പാർട്ടി, പാവപ്പെട്ട കർഷകരുടെ, തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ എന്നാണ് EMS ഉപയോഗിച്ച വാക്ക്. അത്തരം ഒരു പാർട്ടിയാണെന്ന് അല്ല. വാസ്തവത്തിൽ ഇവരെ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്ന നമ്മുടെ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ അതിൻ്റെ സ്തുതിപാഠകരാണ്. അതുകൊണ്ടാണ് എക്സാലോജി കേസിൽ എക്സാലോജിക്കിനെയും CMRLനെയും അവരെ വിശ്വാസത്തിലെടുക്കുന്നതും അവർ തമ്മിലുണ്ടായിട്ടുള്ള ഈ ജീർണതയുടെ ഈ കലഹം, അഴിമതിയുടേതായിട്ടുള്ള ആ ഒരു സ്പ്ലിറ്റും അതിനെ തുടർന്നുണ്ടാവുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ അന്വേഷണത്തെയുമൊക്കെ രാഷ്ട്രീയമാണെന്ന് പറയുന്നത്. വാസ്തവത്തിൽ എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്? BJPക്ക് വിദൂരമായി പോലും ഒരു ശത്രുവേ അല്ല, മിത്രമാണ് വാസ്തവത്തിൽ. എന്തെന്ന് വെച്ചാൽ കോൺഗ്രസിനെതിരെ കേരളത്തിൽ നിൽക്കാൻ കഴിവുള്ള ഒരു നേതാവ് പിണറായിയാണ്. പിണറായിയെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്, പരമാവധി പ്രോത്സാഹിപ്പിക്കുക അവർ ചെയ്യുക. എന്നുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നുള്ളത് അവരുടെ തന്ത്രമാണ്. അതുതന്നെയാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ട് അവർ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിനെ ആട്ടി പുറത്താക്കിയിരിക്കുകയാണ് അവിടെ. തങ്ങൾക്ക് അവിടെ ശക്തി ആർജിക്കുന്നതുവരെ മറ്റൊരാൾ നിന്നാലും കുഴപ്പമില്ല എന്നുള്ള തത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ AAPയെ കുറച്ചുനാൾ അവർ വാഴിച്ചത്. ഇപ്പോൾ പുഷ്പം പോലെ പറിച്ചെറിഞ്ഞു. തമിഴ്നാട്ടിലും അത് തന്നെയാണ് സംഭവിക്കുക. കുറച്ചുനാൾ AIADMK ഭരിക്കും, അത് കഴിഞ്ഞാൽ BJP പോവും. ഒറീസയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. BJD കുറച്ച് നാൾ അവർ ഭരിച്ചു, അവർ തമ്മിൽ ചേർന്ന് ഭരിച്ചു. BJD ഇപ്പോൾ പുഷ്പം പോലെ പറിച്ചെറിഞ്ഞ് BJPയുടെ ആധിപത്യമായി. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തൽക്കാലം പിണറായി വിജയൻ എന്ന് പറയുന്നത് AAPക്ക് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മൂല്യം കേരളത്തിൽ അവർക്ക് നൽകുന്നൊരു പാർട്ടിയാണ്. പക്ഷേ പിണറായി സർക്കാരും ചെയ്യുന്ന എന്തിനും രാഷ്ട്രീയ തന്ത്രമാണ്. ചുമ്മാ അല്ല ED വരുന്നത്, ചുമ്മാ ആണ് SFIO അന്വേഷണം വരുന്നത്. ഇതൊക്കെ രാഷ്ട്രീയ കേന്ദ്രത്തിൻ്റെ തന്ത്രങ്ങളാണ്. കേന്ദ്രം എന്തുണ്ടെങ്കിൽ ഇപ്പോൾ ആശാ വർക്കേഴ്സിനെ ആയാലും കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം ഇതേ ഉള്ളൂ പിണറായി സർക്കാരിന് പറയാനുള്ളൂ. പക്ഷേ ഇത് ജനങ്ങളെ അധികം നാളൊന്നും ഇട്ട് മൂടാൻ പറ്റില്ല. കാരണം MV ഗോവിന്ദൻ ഇന്നലെ ഭയങ്കരമായിട്ട് ഞങ്ങൾ പിണറായിയോടൊപ്പം ഉണ്ട്, മകളിനോടൊപ്പം ഉണ്ട്, മറ്റേ ബിനീഷ് കോടിയേരിയുടെ മകൻ്റെ കേസുമായിട്ടുള്ളതല്ല, ഇത് വ്യത്യാസമുണ്ട്. പിണറായിക്ക് സ്വർണ്ണക്കടത്ത് കേസ് എന്തായി, അത് അന്വേഷണമായില്ലേ, അതും ഇതുപോലെ തേഞ്ഞു മാഞ്ഞു പോകും എന്ന് ചോദിക്കുമ്പോൾ ഒരു മാധ്യമം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സുതാര്യമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതിൽ എന്താണ് നിങ്ങൾ സുതാര്യതയുടെ സേവനം ചെയ്തു കൊടുത്തത്? CMRLുമായി എന്ത് സേവനമാണ്? അതങ്ങ് പറഞ്ഞാൽ പോരെ, അതിൻ്റെ തെളിവ് കാണിച്ചാൽ തീരുമല്ലോ. അത് SFIOയ്ക്ക് പോലും അത് വ്യക്തമാകാത്തത് കൊണ്ടല്ലേ ഇത് കുറ്റപത്രം സമർപ്പിച്ചത്. അത് അവർ അപ്പോൾ പറയുന്നേ അത് മകളും 2 കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ്, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ ഇത് എന്താണെന്ന് പാർട്ടിക്ക്, എന്നാൽ പാർട്ടിയുടെ പേര് AKG സെന്ററിന്റെ അഡ്രസ്സിൽ തന്നെയാണ് ഇവർ കത്തിടപാടുകൾ വരെ നടത്തിയിട്ടുണ്ട്, അതിന്റെ തെളിവുകളുണ്ട്. അത് എനിക്കറിയാം. അത് ഞങ്ങൾ അപ്പൊ ഇത്രയും നാളായിട്ട് നിങ്ങളത് അന്വേഷിച്ചില്ലേ? അത് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. നോക്കാം, അത് കാണാം എന്ന് വെച്ചാൽ MV ഗോവിന്ദയിലെ തടി തപ്പുന്ന രീതിയിലുള്ള കാര്യം. പക്ഷെ ബിനോയ് വിശ്വം ഇപ്പം നല്ല രീതിയിൽ നല്ലൊരു കൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും പിണറായിയോടൊപ്പം പോലും നിൽക്കത്തില്ല. LDF എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം പാർട്ടി കാണും, അല്ലാതെ പിണറായിയോടൊപ്പം പിണറായിയുടെ മകളോടൊപ്പം അല്ല.
പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പിണറായി എന്നതാണ് അവസാന വാക്ക്, സർക്കാരിൻ്റെ അവസാന വാക്ക് പിണറായി എന്നുള്ള ആ ഒരു നിങ്ങൾക്ക് തെറ്റായ ബോധം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേരെ, ഇത് LDF സർക്കാരാണ് എന്നുള്ളത്. കറക്റ്റാണ്, അതാണ് അതിൻ്റെ സ്പിരിറ്റ്. നോക്കൂ, EMS നമ്പൂതിരിപ്പാട് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ആരായിരുന്നു പാർട്ടിയോടെ നയിച്ചിരുന്നത്? MN ഗോവിന്ദൻ നായർ. അന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് MN ഗോവിന്ദൻ നായരാണ്. പിന്നാണ് EMSനെ കുറിച്ചുള്ള വിഗ്രഹാരാധനയും ഒക്കെ തുടങ്ങിയത്. എന്ന് പറയുന്നത് പോലൊരവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയാണ് പ്രധാനപ്പെട്ടത്, അതിൻ്റെ കൺവീനറാണ് പ്രധാനപ്പെട്ട നേതാവ് ആകേണ്ടത്, അതിനെ നയിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്കായിരുന്നുകൊണ്ടാണ് MN ഗോവിന്ദൻ നായർ ആളായത്. ഇപ്പോൾ TP രാമകൃഷ്ണനാണ് ആവേണ്ടത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം അനുസരിച്ച് മുഖ്യമന്ത്രിയെക്കാളും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് MV ഗോവിന്ദൻ തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ CPI അത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു, ഒന്ന് വ്യാഖ്യാനിച്ചത് മാത്രമേ ഉള്ളൂ. പുതുതായ കണ്ടുപിടുത്തമല്ല. ഇതാണ് യഥാർത്ഥമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടും ദർശനവും ഇതുതന്നെയാണ്, അവരുടെ പ്രത്യയശാസ്ത്രവും ഇതുതന്നെയാണ്. പിന്നെ ആദ്യം ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇവർ കേന്ദ്രത്തിനെ കുറ്റം പറയുന്നു? ആദ്യം മുതലേ ഇവരൊരു വടക്കു നോക്കി യന്ത്രമാണ്. ഏതൊരു കാര്യത്തിനും അവർ വടക്കോട്ട് നോക്കി പഴി പറയുക എന്നുള്ളത് തന്ത്രമായി സ്വീകരിച്ചിരിക്കുക. അവരുടെ ഏത് പരാജയത്തിനും അവർ വടക്കോട്ട് നോക്കൂ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്താ കാരണം? ഇത് നമ്മുടെ ഇക്കണോമിസ്റ്റുകൾ തന്നെ വളരെ, ഗീതാ ഗോപിനാഥ് ഇവർ വെച്ചിരുന്ന ആൾ തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 63% നമ്മുടെ ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുകയാണ് ശമ്പളമായിട്ടും ആനുകൂല്യങ്ങളായിട്ടും. കേന്ദ്രമെന്ന് പറയുന്നത് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം 10 വർഷത്തിലൊരിക്കലാണ് ഈ ശമ്പളം പുതുക്കുന്നത്, പുതിയ ശമ്പള കമ്മീഷൻ വരുന്നത്. ഇവിടെ 5 വർഷമാക്കിക്കൊണ്ട് അവർക്കിടയിൽ സർവീസ് സംഘടനകൾക്കിടയിൽ അവരെ പോപ്പുലറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അവർ നല്ലപോലെ ശമ്പളവും കിമ്പളവും കൈപ്പറ്റുന്നവരാണ്. അതേസമയം ഈ അരികുവൽക്കരിക്കപ്പെട്ട ആശാവർക്കർമാർ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഈടാക്കപ്പെടുന്ന ആൾക്കാർ, അവരുടെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഈ ക്ഷേമ പെൻഷനുള്ള തുക കൂടി. അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികളൊക്കെ ഉൾപ്പെടുന്ന അരികുവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പൈസയില്ല, ആശാവർക്കർമാർക്ക് കൊടുക്കാനും പൈസയില്ല. ആ പൈസയെല്ലാം അങ്ങനെ ശമ്പളം കൊടുക്കാനായിട്ട് തന്നെ കൊടുത്തു തീർത്തു. പിന്നെ കെടുകാര്യസ്ഥത, രണ്ടാമത്തെ കാര്യം, ധനകാര്യ മാനേജ്മെൻ്റ് ഇല്ല. അതുപോലെ അഴിമതി കടന്നുകൂടിയിരിക്കുന്നു. കിഫ്ബി എന്ന് പറയുന്നത് അടിമുടി അഴിമതിയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് KM എബ്രഹാം. അദ്ദേഹവും അഴിമതിക്കാരനാണെന്നിപ്പോൾ കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. അന്വേഷണം CBI നടത്താൻ പോവുകയാണ്. കോടിക്കണക്കിന് സ്വത്തുകൾ ആർജിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ എങ്ങനെ അഴിമതി നടത്താമെന്നുള്ളതിൻ്റെ PhD നേടിയ ആൾക്കാരാണ്. അവരുടെയൊക്കെ ഉപദേശമനുസരിച്ചാണ് ഈ പിണറായിയും കാര്യങ്ങൾ നടത്തുന്നത്. ഉപദേഷ്ടാക്കളാണ്. ശിവശങ്കരൻ ഉപദേഷ്ടാവായിരുന്നു. ആ ഉപദേശങ്ങൾ അനുസരിച്ചുള്ള അഴിമതി കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു പോവുകയും അതിൻ്റെ ഫലമായിട്ട് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. അതിൻ്റെ വഴി കേന്ദ്രം തരാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കേരളം ചെയ്യുന്നത്. ഓരോ തവണ നിർമ്മലാ സീതാരാമൻ്റെ അടുത്ത് പോകുമ്പോഴും കണക്കായിട്ട് അവർ പറയുന്നുണ്ട്, തലയും താഴ്ത്തി കേരളത്തിൻ്റെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും തിരിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായിട്ട് കേന്ദ്രത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നയമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനെതിരെ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അത് CPI യോഗത്തിലാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ്. സ്വയം അവർ പട്ടീൻ്റെ കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി PKVയുടെ മുഖ്യമന്ത്രി സ്ഥാനം അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉരുവപ്പെടുത്തിയ ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ പിണറായി വിജയൻ. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവില്ല ഒരിക്കലും. അതുകൊണ്ട് വളരെ സമർത്ഥമാംവിധം പിണറായി വിജയനോട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അല്ല പ്രധാനം, ഇടതുപക്ഷ മുന്നണി ആണ്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മുഖ്യമന്ത്രിയല്ല, CPIയുടെ മുഖ്യമന്ത്രിയാണ്, ജനതാദൾ എസിൻ്റെ മുഖ്യമന്ത്രിയാണ്, എല്ലാ ഘടക കക്ഷികളുടെയും മുഖ്യമന്ത്രിയാണ്, കേരള കോൺഗ്രസിൻ്റെയും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് നിങ്ങൾ പറയേണ്ട, ഞങ്ങളുടെയും കൂടി ഭരണമാണ്. അതുകൊണ്ട് ഈ ഭരണം വീണ വിജയനെയും എക്സാലോജിക്കിനെയും ഒന്നും അധികം തോളിലേറ്റി നടക്കേണ്ട, അതിൻ്റെ വിഴുപ്പ് ചുമക്കാൻ ഞങ്ങളില്ല എന്ന് അർത്ഥസംഖ്യയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞ് അഭിവ്യക്തമായിരിക്കും.